ആദ്യം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിലേക്ക്. അരുൺ, ചോദ്യത്തിന് മുൻപ് ഒരു പ്രതികരണത്തിലേക്ക് ആദ്യം. കമ്മീഷൻ ജസ്റ്റിസ് CNRന്റെ പേരിൽ ഒരു കമ്മീഷനെ രൂപീകരിച്ചു. ഹൈക്കോടതി അതെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മുക്കുകല്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ. അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഈ വഖഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ മുനമ്പത്തെ വിഷയത്തെ പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി ഈ വിധമാണ് അവതരിപ്പിച്ചത്. എത്ര ആർജവത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ നിയമിച്ച ഒരു കമ്മീഷനെ ഹൈക്കോടതി ചവിട്ടിത്താഴ്ത്തിയെന്നൊക്കെ അദ്ദേഹം പറയുന്നത്, തോട്ടിലെറിഞ്ഞു എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇപ്പോൾ നോക്കൂ എന്താണ് സംഭവിച്ചത്. ഡിവിഷൻ ബെഞ്ച് ആ കമ്മീഷന് മുന്നോട്ട് പോകാമെന്നുള്ള അനുമതി നൽകുകയാണ്. വാസ്തവത്തിൽ വഖഫ് ഭൂമിയാണോ മുനമ്പത്തേത് എന്ന് കണ്ടെത്തുകയായിരുന്നില്ല ആ കമ്മീഷന്റെ ലക്ഷ്യവും ഉദ്ദേശവും. മറിച്ച് അവിടെയുള്ള മനുഷ്യർക്ക് അവരുടെ അവകാശങ്ങൾ ഏത് നിലയിൽ സംരക്ഷിക്കപ്പെടാം എന്നുള്ളതാണ്. അത് ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയതാണ്, നിയമമന്ത്രി ആവർത്തിച്ചതാണ്. പക്ഷെ എന്നിട്ട് പോലും ഈ വിധമുള്ള വ്യാജ പ്രചാരണമാണ് കമ്മീഷന്റെ പേരിൽ പോലും നടന്നത്. അപ്പോൾ ഇത്തരക്കാർക്ക് തിരിച്ചടിയാകുന്നതിനോടൊപ്പം സർക്കാരിന് ഈ വിഷയത്തിലുള്ള മുന്നോട്ട് പോക്കിൽ ഏത് വിധം കരുത്തു പകരുന്നുണ്ട് ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ? ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധിന്യായം ഗവൺമെന്റിന് ഈ വിഷയം ശാശ്വതമായിട്ട് പരിഹരിക്കാനും അവിടുത്തെ ഏറ്റവും ബോണഫൈഡ് പർച്ചേസർ ആയിട്ടുള്ള സത്യസന്ധമായി പണം കൊടുത്ത് ഭൂമി വാങ്ങി നികുതി അടച്ച് അവിടെ വീടും കെട്ടിടങ്ങളും മറ്റ് സമുച്ചയങ്ങളും എല്ലാം പണിത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും സാധാരണക്കാരുടെ ആ ജീവൽ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലും ഗവൺമെന്റിന് മുന്നോട്ട് പോകാനുള്ള ഒരു അനുവാദമാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ ഹൈക്കോടതി അത് ചവിട്ടിത്താഴ്ത്തുകയല്ല ചെയ്തത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഒരു ടെക്നിക്കൽ റീസൺ പറഞ്ഞിട്ടാണ് ആ കേസ് അലൗ ചെയ്തുകൊണ്ട് കമ്മീഷന്റെ ഉത്തരവ്, കമ്മീഷനെ അപ്പോയിന്റ് ചെയ്ത ഉത്തരവ് റദ്ദാക്കിയത്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ ട്രൈബ്യൂണലിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു കേസ് വഖഫ് ബോർഡ് വിധി പറഞ്ഞ് അതിന്റെ അപ്പീൽ ട്രൈബ്യൂണലിന്റെ മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ ട്രൈബ്യൂണൽ പരിഗണിക്കുന്ന അതേ വിഷയം തന്നെ ഏതെങ്കിലും തരത്തിൽ അതിൽ അഭിപ്രായം ഇവിടെ ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ജുഡീഷ്യൽ കമ്മീഷന്റെ ഒരു ഫൈൻഡിങ്, ഹൈക്കോടതിയുടെ ഏറ്റവും സീനിയർ റിട്ടയർഡ് ജഡ്ജിയുടെ ഒരു ഫൈൻഡിങ്, അത് വഖഫ് ട്രൈബ്യൂണലിനെ ബാധിക്കും, ട്രൈബ്യൂണലിന്റെ ഭാവിയിലുള്ള വിധി നിർണയത്തെ ബാധിക്കും എന്ന രൂപത്തിലുള്ള ഒരു ടെക്നിക്കൽ ഗ്രൗണ്ടാണ് ജഡ്ജ് ആ വിധിന്യായത്തിൽ സൂചിപ്പിച്ചത്. പക്ഷെ അത് നിലനിൽക്കില്ല എന്ന് ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തി. കാരണം കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് 1952 അനുസരിച്ച് സെക്ഷൻ 3 അനുസരിച്ച് ഏത് സമയത്തും ഗവൺമെന്റിന് ഒരു കമ്മീഷനെ വയ്ക്കാം. അതൊരു ഫാക്ട് ഫൈൻഡിങ് അതോറിറ്റിയാണ്. ഒരു വിഷയത്തിൽ പഠനം നടത്തി വേണ്ടത്ര ശുപാർശ ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കമ്മീഷനെ വയ്ക്കുന്നത്. ആ വിധി കൃത്യമായിട്ട് അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തന്നാൽ അത് നടപ്പാക്കണമോ വേണ്ടയോ നീട്ടിക്കൊണ്ടുപോകണമോ അതിൽ എന്ത് തീരുമാനമെടുക്കണം എന്നതിന്റെ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം അതാത് ഗവൺമെന്റുകൾക്കാണ്. അപ്പോൾ ഈ വിഷയത്തിൽ വലിയ തരത്തിൽ വലിയ സമരങ്ങൾ അവിടെ നടക്കുന്നു. അതുപോലെ സത്യസന്ധമായി ഈ ഭൂമി വാങ്ങിച്ച ബോണഫൈഡ് പർച്ചേസർക്ക് പറയാൻ നിരവധി കാര്യങ്ങളുണ്ട്. അവരുടെ ഭൂമിയുടെ ഇപ്പോഴത്തെ കിടപ്പും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഈ കാര്യത്തിൽ ശാശ്വതമായിട്ടൊരു പരിഹാരം കാണാൻ ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള ഒരു അഡ്വൈസ് ആവശ്യമാണ്. കാരണം ഇതിൽ വഖഫ് ബോർഡിന്റെ ഒരു വിധിയുണ്ട്, വഖഫ് ട്രൈബ്യൂണലിൽ ഈ കേസ് നിലനിൽക്കുന്നു, ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു, മറുവിഭാഗം പറയുന്നു ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന്. ഒരു കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ടു അള്ളാഹ് ആണ് വഖഫ് പ്രോപ്പർട്ടി. എന്നാൽ ഇവിടെ ചില കണ്ടീഷൻ വെച്ചിട്ടാണ് 1950 മിസ്റ്റർ സേട്ട് ഈ ഭൂമി കൈമാറിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഭൂമി തിരിച്ചെടുക്കാം എന്നെല്ലാം അതിന്റെ ആധാരത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തർക്കങ്ങളൊക്കെ ട്രൈബ്യൂണൽ പരിഗണിക്കട്ടെ. പക്ഷേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, അവരുടെ നികുതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മനസ്സിലാക്കാൻ, ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു കൺസെൻസസ് ഉണ്ടാക്കി ഗവൺമെന്റിന് നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കാൻ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് 3 മാസത്തിനുള്ളിൽ നൽകട്ടെ എന്നതാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്. പക്ഷേ അത് വലിയ തരത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലതുപക്ഷം ഇവിടെ ഉപയോഗിച്ചു. ചില മാധ്യമങ്ങൾ അതിൽ വലിയ പ്രചരണം നടത്തി. സിംഗിൾ ബെഞ്ചിന്റെ വിധി വന്നപ്പോൾ ഗവൺമെന്റ് എടുത്തുചാടി യാതൊരു തരത്തിലുള്ള കൂടിയാലോചനയും ഇല്ലാതെ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളെല്ലാം
എല്ലാം ഉണ്ടായി. പക്ഷേ ഇന്ന് ഡിവിഷൻ ബെഞ്ച് കൃത്യമായിട്ട് അതിൽ വിധി പറഞ്ഞിട്ടുണ്ട്. മെയ് മാസം 27 വരെയാണ് കമ്മീഷന്റെ പ്രവർത്തന സമയം. ജൂൺ മാസം 16 ആ കേസ് വച്ചിരിക്കുന്നത്. അതായത് ഈ കേസ് അടുത്ത തവണ പരിഗണിക്കുമ്പോഴേക്കും, വെക്കേഷന് ശേഷം പരിഗണിക്കുമ്പോഴേക്കും ഇതിൽ കമ്മീഷൻ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടാകും. ആ കമ്മീഷന്റെ റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടി സ്വീകരിക്കാൻ ഈ കോടതിയുടെ കൂടി അനുവാദം വാങ്ങിക്കണമെന്ന് മാത്രമാണ് ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ മുനമ്പത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് 50 പേരെ BJPയുടെ ഭാഗമാക്കി മാറ്റി മെമ്പർഷിപ്പൊക്കെ കൊടുക്കാൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്ന് ഈ നിയമം കൊണ്ടുവന്നത്, പാർലമെന്റിൽ കൊണ്ടുവന്നത് തന്നെ ഈ മുനമ്പത്തെ പ്രശ്നത്തിന്റെ പരിഹാരം കാണാനാണ് എന്നുള്ള രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ വിധിന്യായത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു തരത്തിലും രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ പറ്റിയ ഒരു നിയമ ഭേദഗതിയും ഇല്ലെന്നിരിക്കെ ജനങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ജുഡീഷ്യൽ കമ്മീഷൻ മുഴുവൻ ആളുകളെയും കാണും. ഇന്ന് തന്നെ പ്രവർത്തനം ആരംഭിച്ചു. ഏതായാലും ഗവൺമെന്റ് ഈ കാര്യത്തിലെടുത്ത നിലപാടിന് പൂർണ്ണ പിന്തുണ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, പ്രത്യേകിച്ച് ചീഫ് ജസ്റ്റിസ് നേതൃത്വം കൊടുക്കുന്ന ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. അത് ഏറ്റവും ആശ്വാസകരമാണ്. ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ, പെട്ടെന്ന് പരിഹരിക്കാൻ, അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസകരമാകുന്ന തരത്തിൽ പരിഹരിക്കാൻ ഈ ഇന്നത്തെ വിധിന്യായം കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി.